ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ജ്യോതിഷ സംബന്ധമായ കാര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 പുതുവർഷ സമ്പൂർണ്ണ രാശി നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏത് നക്ഷത്ര ഫലമാണ് ഇനി പറയാനുള്ളത്? രേവതി നക്ഷത്രമാണ്. അശ്വതി മുതൽ ഓരോ നക്ഷത്രക്കാരുടെയും നക്ഷത്രഫലം ഞാൻ പുതുവർഷ നക്ഷത്രഫലം പറഞ്ഞു. ഇനി അവസാനമായി പറയാവുന്ന രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമാണ്. 2023 രേവതി നക്ഷത്രം ഒരാൾക്ക് നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. രേവതി നക്ഷത്രം മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഇല്ലേ? രേവതി നക്ഷത്രക്കാർ ഏത് കൂറിലാണ് വരുന്നത്? മീനക്കൂറിലാണ് വരുന്നത്. വേഴം രേവതി നക്ഷത്രക്കാർക്ക് ജന്മരാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വേഴം എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഇപ്പം മീനക്കൂറിലാണ് വേഴം നിൽക്കുന്നത്. അപ്പം മീനക്കൂർ എന്ന് പറഞ്ഞാൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത് ജന്മത്തിലാണ് വേഴം നിൽക്കുന്നത്. അപ്പം ജന്മത്തിലെ വേഴം ഒന്നിനും നല്ലതല്ല. എന്നാൽ 2023 ഏപ്രിൽ ശേഷം വേഴം രേവതി നക്ഷത്രക്കാർക്ക് 2ാം ഭാവത്തിലേക്ക് വരും. വേഴം 2ാം ഭാവത്തിലേക്ക് ഏപ്രിൽ 2023 ഏപ്രിലിന് ശേഷം വേഴം രേവതി നക്ഷത്രക്കാർക്ക് 2ാം ഭാവത്തിൽ വരും. അത് ഗുണകരമാണ്. അത് ഗുണത്തിലെത്തും. 2 ധനസ്ഥാനമാണ്. ധനസ്ഥാനത്തെ വേഴം ധനനേട്ടങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കും. മാത്രമല്ല 2 കുടുംബസ്ഥാനം കൂടിയാണ്. കുടുംബസുഖവും ഇവർക്ക് കിട്ടും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. അതുകൂടാതെ 2023 ജനുവരി 17 ശേഷം, അപ്പോൾ വേഴത്തിന് മുമ്പ് തന്നെ 2023 ജനുവരി 17 ശേഷം രേവതി നക്ഷത്രക്കാർക്ക് ശനി 12 വരുന്നുണ്ട്. അതായത് മകരത്തിൽ നിൽക്കുന്ന ശനി കുംഭത്തിലേക്ക് വരികയാണ്. അപ്പം ജന്മരാശിയുടെ മീനൻ രാശിയുടെ 12 ശനി വരുന്നു. അത് ഗുണമല്ല. 12 പാപസ്ഥാനവും ചെലവിൻ്റെ സ്ഥാനവും കൂടിയാണ്. അവിടെ ശനി വരുന്നത് നല്ലതല്ല. അപ്പോൾ ഒരു വശത്ത് ഗുണവും മറുവശത്ത് ദോഷവും ഈ രേവതി നക്ഷത്രക്കാർക്ക് 2023 ഉണ്ടാകും. എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെ കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ വേഴത്തിനെ കൊണ്ടും ശനിയെ കൊണ്ടും പറഞ്ഞത് കൂടാതെ ജാതകത്തിലെ അല്ലെങ്കിൽ ആ നക്ഷത്രത്തിലെ മറ്റ് ഗ്രഹങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് മൊത്തത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് 2023 എങ്ങനെയാണെന്ന് നോക്കാം. വർഷം മധ്യം വരെ ഗുണദോഷ സമ്മിശ്ര ഫലമാണ് അവർക്കുണ്ടാവാൻ പോകുന്നത്. വർഷത്തിൻ്റെ മധ്യം വരെ, അത് 2023 മധ്യം വരെ രേവതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലമുണ്ടാകും. പിന്നീട് പകുതിയും നല്ല ഗുണം കിട്ടും. അപ്പോൾ അവിടെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. വരും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അല്ലാത്തവരും പല പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലും വിജയിക്കാനായിട്ടുള്ള സാധ്യത 2023 രേവതി നക്ഷത്രക്കാർക്ക് സംഭവിക്കും. 2023 വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ഉണ്ടാകും. അതുകൂടാതെ ജോലി സംബന്ധമായി പുരോഗതി ഉണ്ടാവും. രേവതി നക്ഷത്രക്കാർക്കായ ജോലിക്കാർക്ക് ജോലി ഇല്ലാത്തവർ വളരെ അപൂർവം പേരല്ലേ ഉണ്ടാവുള്ളൂ ഇല്ലേ? അപ്പൊ ജോലിയിൽ രേവതി നക്ഷത്രക്കാർക്ക് പുരോഗതി ഉണ്ടാവും. അതുകൂടാതെ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല കാലം കൂടിയാണ്. ഇപ്പോൾ പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ അല്ലെങ്കിൽ പുതിയ ജോലി കണ്ടെത്താനോ അല്ലെങ്കിൽ പുതിയ ജോലി സംബന്ധമായ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ ഈ 2023 കാലഘട്ടം രേവതി നക്ഷത്രക്കാർക്ക് ഗുണകരമായിരിക്കും. ഇവർക്ക് തൊഴിൽ സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാവും. ഇവർക്ക് ശ്രേയസ് ഉണ്ടാകും. ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനലബ്ധി ഉണ്ടാവും.
ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനലബ്ധി ഉണ്ടാകും. സ്ഥാനലബ്ധി എന്ന് പറഞ്ഞാൽ അതായത് ഉന്നത സ്ഥാനങ്ങളിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകും, അതാണ്. അങ്ങനെ ഇവർക്ക് കുടുംബ സംബന്ധമായ മറ്റ് ദോഷാനുഭവങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത ഇല്ല. കുടുംബ സംബന്ധമായ ദോഷങ്ങൾ മാറിക്കിട്ടാനും ഇവർക്ക് സാധ്യത ഉണ്ട്. പിന്നെ സ്ത്രീകളായവർക്ക്, ഈ രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് നല്ല വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. അതായത് വിവാഹം കഴിഞ്ഞവർക്ക്, വിവാഹം കഴിയാനിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വിവാഹാലോചന നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നവർക്കോ ഒക്കെ നല്ല വിധത്തിൽ മംഗളകരമായി വിവാഹ കാര്യങ്ങൾ നടക്കാനായിട്ട് സാധ്യത അവർക്കുണ്ടാകും. പിന്നെ അതുകൂടാതെ ഈ രേവതി നക്ഷത്രക്കാർക്ക് സന്താന ഗുണമുണ്ടാവും. സന്താനങ്ങൾക്ക് ഗുണമുണ്ടാവും. അതായത് സന്താനങ്ങൾ ഉള്ളവർക്ക് സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകും. ഇനി സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനും സാധ്യത വരും. ഈ 2023 രേവതി നക്ഷത്രക്കാർക്ക്, 2023 രേവതി നക്ഷത്രക്കാർക്ക് അപ്പം ഇവിടെ ആദ്യം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും കൊല്ലാവസാനം പകുതി കഴിയുമ്പോൾ എല്ലാം വളരെ നല്ല വിധത്തിൽ മുന്നോട്ട് പോകും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ വിളിക്കാവുന്നതാണ്.